JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേരള ബാങ്ക് OA പരീക്ഷ നാളെ നടക്കാൻ പോവുകയാണ് അല്ലേ? അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വരുമെന്ന് ഉറപ്പുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സുകളിലെല്ലാം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് തന്നെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എല്ലാ ക്ലാസ്സുകളും കൃത്യമായിട്ട് തന്നെ കാണുക. ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എവിടെയാണ് ദേശീയ വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം? ഡൽഹി. ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വരാൻ കാരണമായ സംഘടന ഏതാണ്? മസ്ദൂർ കിസാൻ ശക്തി സംഗഠൻ. എവിടെയാണ് ദേശീയ വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം? ഡൽഹി. ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വരാൻ കാരണമായ സംഘടന ഏതാണ്? മസ്ദൂർ കിസാൻ ശക്തി സംഗഠൻ. അടുത്ത ക്വസ്റ്റ്യൻ. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാൻ ലക്ഷ്യമിടുന്ന ഇന്ത്യൻ പദ്ധതി ഏതാണ്? ഗഗൻയാൻ. അർക്ക സുപ്രഭാത് എന്തിന്റെ സങ്കര ഇനമാണ്? മാവ്. അന്നനാളത്തിന്റെ ക്രമാനുഗതമായ തരംഗരൂപത്തിലുള്ള ചലനം പെരിസ്റ്റാൾസീസ്. പെരിസ്റ്റാൾസീസ്. ക്യൂണിക്കൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മുയൽ വളർത്തൽ. ഇലക്ട്രോൺ ചാർജിന്റെ മൂല്യം കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് മില്ലിക്കൻ. അരിയിൽ അടങ്ങിയിരിക്കുന്ന പോഷക ഘടകം അന്നജം. സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണ പ്രക്രിയ അറിയപ്പെടുന്ന പേര്? സമ്പർക്ക പ്രക്രിയ. സമ്പർക്ക പ്രക്രിയയിൽ ഉൾപ്രേരകമായി ഉപയോഗിക്കുന്നത് വനേഡിയം പെൻഡ്രോക്സൈഡ്. EMFന്റെ പൂർണ്ണരൂപം ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്. കലോറിക മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം ഹൈഡ്രജൻ. ഭക്ഷ്യ കാർഷിക സംഘടന FAO ആരംഭിച്ച വർഷം? 1945 ഒക്ടോബർ 16. 2019 ഓസോൺ ദിനത്തിന്റെ പ്രമേയം 32 ഇയേഴ്സ് ആൻഡ് ഹീലിംഗ്. 2019 ഫിസിക്സ് നോബൽ ജേതാക്കൾ ജെയിംസ്. ലോക ഭക്ഷ്യ ദിനം എന്നാണ്? ഒക്ടോബർ 16. ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനമായി ആചരിച്ചു തുടങ്ങിയ വർഷം? 1979. ബഹിരാകാശ അതിർത്തിയെക്കുറിച്ചും ചലനാത്മക മേഖലകളെക്കുറിച്ചും പഠിക്കാൻ 2019 ഒക്ടോബർ 11 നാസ വിക്ഷേപിച്ച പേടകം ഐക്കൺ. ലോക ഓസോൺ ദിനം ആചരിക്കുന്നത് എന്നാണ്? സെപ്റ്റംബർ 16. കള്ളനോട്ട് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന കിരണം അൾട്രാ വയലറ്റ്. യുറാനിസിൽ കാണപ്പെടുന്ന വിഷവാതകം? യുറാനസിൽ കാണപ്പെടുന്ന വിഷവാതകം മീഥെയ്ൻ. പാലായന പ്രവേഗം ഏറ്റവും കൂടിയ ഗ്രഹം വ്യാഴം. പ്രപഞ്ചത്തിന്റെ ഇഷ്ടികകൾ എന്നറിയപ്പെടുന്നത് തന്മാത്രകൾ. നിലവിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ ഉള്ള ഗ്രഹം ശനി. ഏത് പ്രോട്ടീൻ കൊണ്ടാണ് മുടി നിർമ്മിച്ചിരിക്കുന്നത്? കെരാറ്റിൻ. സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ ഉപയോഗിക്കുന്ന സിങ്ക് സംയുക്തം ഏതാണ്? സിങ്ക് ഓക്സൈഡ്. ശനിയുടെ ഉപഗ്രഹങ്ങളുടെ എണ്ണം 82. കോശത്തിന്റെ എനർജി കറൻസി എന്നറിയപ്പെടുന്നത്? കോശത്തിന്റെ എനർജി കറൻസി എന്നറിയപ്പെടുന്നത് ATP. ചൈനീസ് വൈറ്റ് എന്നറിയപ്പെടുന്നത്? സിങ്ക് ഓക്സൈഡ്. ഇന്ത്യൻ ആനിമേഷന്റെ പിതാവ്? റാം മോഹൻ. നിപ്പ രോഗബാധ ആദ്യമായി സ്ഥിരീകരിച്ചത് എവിടെ? മലേഷ്യ. നീറ്റുകക്കയിൽ ജലം ചേർത്താൽ ലഭിക്കുന്ന പദാർത്ഥം? കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ദ റിയലം ഓഫ് ദ നെബുളി
എന്ന കൃതി ആരുടേതാണ്? എഡ്വിൻ ഹബിൾ. 2019 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം വായു മലിനീകരണം. ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ മുന്നോട്ട് വീഴാൻ തുടങ്ങുന്ന പ്രതിഭാസം ചലന ജഡത്വം. ജഡത്വ നിയമം ആവിഷ്കരിച്ചത് ആരാണ്? ഗലീലിയോ. ടെലസ്കോപ്പിലൂടെ ആദ്യമായി വാനനിരീക്ഷണം നടത്തിയത് ഗലീലിയോ. ജിപ്സം 120-130 ഡിഗ്രി സെൽഷ്യസില് ചൂടാക്കിയാൽ കിട്ടുന്ന സംയുക്തം പ്ലാസ്റ്റർ ഓഫ് പാരീസ്. കോശത്തിനുള്ളിലെ നീളം കൂടിയ തന്തു ആക്സോൺ. സൂര്യകളങ്കങ്ങളെ പറ്റി 1613 പ്രസിദ്ധീകരിച്ച ഗ്രന്ഥം ലെറ്റേഴ്സ് ഓൺ സൺസ്പോട്ട് പ്രസിദ്ധീകരിച്ച ശാസ്ത്രജ്ഞൻ ഗലീലിയോ. ജലത്തിന്റെ താൽക്കാലിക കാഠിന്യം കുറയ്ക്കാനുള്ള മാർഗം തിളപ്പിക്കുക. ആസ്ട്രോണമിക്കൽ ടെലസ്കോപ്പ് നിർമ്മിച്ച ആദ്യ ശാസ്ത്രജ്ഞൻ ഗലീലിയോ. മസ്തിഷ്കത്തിലെ ഗാംഗ്ലിയോണുകളിലെ നാശം മൂലമുണ്ടാകുന്ന രോഗം പാർക്കിൻസൺസ്. ജലത്തിന്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണമായ വസ്തുക്കൾ കാൽസ്യം ബൈകാർബണേറ്റ്, മഗ്നീഷ്യം ബൈകാർബണേറ്റ്. ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹങ്ങളാണ് ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നത്? വ്യാഴം. സുഷ്മിന സ്ഥിതി ചെയ്യുന്ന നട്ടെല്ലിന്റെ ഭാഗം ന്യൂറൽ കനാൽ. ഒരു വസ്തുവിന് സ്വയം അതിന്റെ നിശ്ചലാവസ്ഥയെയോ ഒരേ വേഗമോ നിലനിർത്താനുള്ള പ്രവണത അറിയപ്പെടുന്നത് ജഡത്വം. സുഷ്മിനയിലെ സെൻട്രൽ കനാലിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം സെറിബ്രോസ്പൈനൽ ദ്രവം. അഗ്നിശമനികളില് ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തം സോഡിയം ബൈകാർബണേറ്റ്. അന്തർവാഹിനികളിൽ വായു ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന സംയുക്തം സോഡിയം പെറോക്സൈഡ്. സ്പിരിറ്റ് ഓഫ് നൈറ്റർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ആസിഡ് നൈട്രിക് ആസിഡ്. ഊർജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ചത് ആര്? ആൽബർട്ട് ഐൻസ്റ്റീൻ. ജിയോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ആനിമൽസ് എഴുതിയത് ആര്? ആൽഫ്രഡ് റസൽസ് വാലസ്. ജീവിക്കുന്ന ഫോസിൽ എന്നറിയപ്പെടുന്ന മത്സ്യം ശിലാകാന്ത്. ഹൃദയപേശികൾക്ക് രക്തം നൽകുന്ന മഹാധമനിയുടെ ശാഖയാണ് കൊറോണറി ധമനി. കേരള ജല അതോറിറ്റിയുടെ നേതൃത്വത്തിലുള്ള ആദ്യത്തെ കുപ്പിവെള്ള പദ്ധതിയുടെ പേര് തെളിനീർ. ചന്ദ്രയാൻ 2-ന്റെ പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു? മുത്തയ്യ വനിത. ചവിട്ടു നാടകം ആവിർഭവിച്ചത് ഏത് വിദേശ ശക്തിയുടെ സ്വാധീനത്താലാണ്? പോർച്ചുഗീസുകാർ. ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? നാഗാലാൻഡ്. വേഗത്തിലുള്ള പോഷക വിഘടനത്തെ സഹായിക്കുന്ന ഹോർമോൺ സൈറ്റോകൈനിൻ. സത്യജിത് റായ് അവസാനമായി സംവിധാനം ചെയ്ത ചലച്ചിത്രം ഏതാണ്? അഗാന്തുങ്. കൊളംബിയ സ്പേസ് ഷട്ടിൽ തകർന്ന് മരണമടഞ്ഞ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി കൽപ്പന ചൗള. കൊളംബിയ സ്പേസ് ഷട്ടിൽ അപകടം നടന്ന വർഷം 2003. കിപ്പർ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ സൈനിക മേധാവി KM കരിയപ്പ. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഒരു മനുഷ്യനിൽ ഏറ്റവും ഉയർന്ന നിലയിൽ കാണുന്ന സമയം ആഹാരം കഴിഞ്ഞ്
2 മണിക്കൂറിനകം. ഏത് സംഘടന നൽകുന്ന ഉയർന്ന പുരസ്കാരങ്ങളിൽ ഒന്നാണ് ബ്രോൺസ് വോൾഫ് അവാർഡ്? സ്കൗട്ട്. ഇന്ത്യയുടെ തത്ത എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ കവി അമീർ ഖുസ്രു. വേദാധികാര നിരൂപണം എന്ന കൃതി രചിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ചട്ടമ്പി സ്വാമികൾ. മൊളാസ്കുകളുടെ ശരീരത്തിലെ രക്തത്തിന്റെ നിറം നീല. ഏത് രാജാവിന്റെ കാലത്താണ് ബുദ്ധമതം നേപ്പാളിൽ പ്രചരിച്ചത്? അശോകൻ. മുഖ്യമന്ത്രിയായ ശേഷം പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി മൊറാർജി ദേശായി. ഏറ്റവും സാധാരണമായ വൈറസ് രോഗം ജലദോഷം. സമ്മതിയുടെ നിർമ്മാണം എന്ന സമീപനത്തെക്കുറിച്ച് വിശദീകരിച്ച ആധുനിക ചിന്തകൻ നോം ചോസ്കി. ഉരുളുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ്. ഏറ്റവും ജനസാന്ദ്രത കൂടിയ ദ്വീപു രാഷ്ട്രം ഏതാണ്? സിംഗപ്പൂർ. ഇന്ത്യയിലെ ധാതു പരിവേഷണത്തിന് ചുമതലപ്പെടുത്തിയിട്ടുള്ള സർക്കാർ സ്ഥാപനം ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ഏതു രാജ്യക്കാരാണ് തങ്ങളുടെ രാജ്യത്തെ ഡ്യൂക്ക് യുൽ എന്നു വിളിക്കുന്നത്? ഭൂട്ടാൻ. കേരളത്തിലെ ആദ്യത്തെ സ്പൈസസ് പാർക്ക് സ്ഥാപിതമായത് എവിടെ? പുറ്റടി. തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രത്തിന്റെ ആദ്യ ഡയറക്ടർ ആരായിരുന്നു? കെ കുഞ്ഞികൃഷ്ണൻ. യോഗക്ഷേമ സഭ രൂപം കൊണ്ടത് ഏത് സമുദായത്തിന്റെ പുരോഗതി ലക്ഷ്യമിട്ടാണ്? ബ്രാഹ്മണ സമുദായം. കുഫൽറ്റ് ജേക്കബ് രോഗത്തിന്റെ മറ്റൊരു പേര് ഭ്രാന്തിപ്പശു രോഗം. ഏറ്റവും ചെറിയ മസ്തിഷ്കമുള്ള പ്രൈമേറ്റ് മൗസ് ലീമർ. ഖുജുരാഹോ ക്ഷേത്രങ്ങൾ ഏതു സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിലുള്ള സംസ്ഥാന തലസ്ഥാനം ഷിംല 2205 മീറ്റർ. ഏറ്റവും ജനസംഖ്യ കൂടിയ കോമൺവെൽത്ത് അംഗരാജ്യം ഇന്ത്യ. കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന പരസ്യവാക്യത്തിന്റെ ഉപജ്ഞാതാവ് വാൾട്ടർ മെൻഡസ്. ആരെയാണ് ജനം ബഹുമാനപൂർവം സൂപ്രണ്ട് അയ്യ എന്നു വിളിച്ചത്? തൈക്കാട് അയ്യ. എല്ലാവർക്കും നൽകാവുന്ന രക്തഗ്രൂപ്പ് O ഗ്രൂപ്പ്. കിഴക്കിന്റെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം മേഘാലയ. വിക്ടോറിയ മെമ്മോറിയൽ എവിടെയാണ്? കൊൽക്കത്ത. ഏത് വിഷയത്തിലെ നോബൽ സമ്മാനമാണ് സംഘടനകൾക്കു ലഭിക്കാൻ അർഹത ഉള്ളത്? സമാധാനം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അറ്റം കന്യാകുമാരി. സാക്ഷരതയുടെ പിതാവ് എന്ന് വിശേഷിക്കപ്പെട്ട കേരളത്തിലെ നവോത്ഥാന നായകൻ ചാവറ കുര്യാക്കോസ് ഏലിയാസ്. ഇന്ത്യയിലെ ആദ്യത്തെ കപ്പൽ നിർമ്മാണശാല വിശാഖപട്ടണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.